ഹലോ മക്കളെ, അപ്പം നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എന്നാണ് നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി, എന്നാണ് നിങ്ങളുടെ ട്രയൽ വരിക, എന്നാണ് നിങ്ങളുടെ ഫസ്റ്റ് വരിക, ഏത് ദിവസമാണ് നമ്മുടെ സ്പോർട്സ് കോട്ടക്കാരെ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. അതേപോലെ ഒരു കാര്യം കൂടി പ്രത്യേകം എൻ്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിനെ കുറിച്ച് എൻ്റെ കുട്ടികൾ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം മക്കളെ. കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ട് തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം 25 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക്. ഓക്കെ, സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരൊറ്റ ബാച്ച് നമ്മുടെ അഗ്നി ബാച്ചാണ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ബേസിക് പ്ലാനുകളാണുള്ളത്. ഒന്ന് ബേസിക് ബാച്ചും പ്ലസ് ബാച്ചും. പ്ലസ് ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ടാകും. ഈ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്, PYQ, അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാം, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലസ് ബാച്ചിലും അതേപോലെ തന്നെ ബേസിക് ബാച്ചിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഇനി നിങ്ങൾ നെറ്റ് JEE പോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ സയൻസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സയൻസ് എടുത്താൽ പഠിക്കാൻ പറ്റുമോ? പലരുടെയും കമൻസ് മിസ് കാണാറുണ്ട്, മിസ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് സയൻസ് എടുത്താൽ താങ്ങുമോ എന്നുള്ളത്. എല്ലാവർക്കും പറ്റും, പക്ഷേ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. എല്ലാവരും സയൻസ് എടുക്കുന്നു, ഞാനും സയൻസ് എടുക്കുന്നു, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ മക്കൾ ഈ ഡേറ്റ്സ് തന്നെ മക്കൾ നോക്കാം. നമ്മുടെ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത് ഇന്നാണ്, May 25-നാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 3-ആണ്. പിന്നെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഈ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ പോയിട്ട് ഒരു സ്കൂളിലും അഡ്മിഷൻ എടുക്കണ്ട. ഇത് ഈ സിസ്റ്റം ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് June 8-ന് നിങ്ങൾക്ക് വരും. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് June 15-നാണ്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വന്നിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള കോഴ്സാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണെന്നാൽ ഞാൻ പോയി അഡ്മിഷൻ എടുക്കില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അവിടെ ടെമ്പററി അഡ്മിഷൻ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. അത് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫർദർ അലോട്ട്മെൻറ്റ് നിങ്ങളെ കൺസിഡർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് വരാത്തൊരു ടെൻഷൻ അടിക്കേണ്ട. സെക്കൻഡ്, തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് July 1-ആണ്. ഇതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാവും. സെക്കൻഡും തേർഡും സപ്ലിമെൻ്ററി ഒക്കെ ഉണ്ടാവും. ഇനി +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എപ്പോഴാണ്? July 2-നാണ്. പ്രവേശന നടപടികൾ പൂർത്തിയാവുന്നത് August 5-നാണ്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്കൂളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. പിന്നെ കുറച്ച് അഡീഷണൽ ഡേറ്റ്സ് കൂടി ഉണ്ട്. അതായത് സപ്ലിമെൻ്ററി ഘട്ടം ആരംഭിക്കുന്നത്. സപ്ലിമെൻ്ററി ഘട്ടം ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്കൂൾ കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നില്ല, തേർഡ് അലോട്ട്മെൻറ്റും വരാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി ഘട്ടം ഉള്ളത്. അത് 13 ഓഗസ്റ്റ്, ഓക്കെ 13 ജൂലൈ, ഓക്കെ 13/7 മുതൽ 5/8 വരെ, August 8 വരെ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ടാവുന്നത്. അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതി 5/8, August 5-ഓട് കൂടിയിട്ട് എല്ലാ കുട്ടികളും +1 വേണ്ടിയിട്ടുള്ള പ്രവേശനം നേടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പിന്നെ കണ്ടു തുടങ്ങാം. ഇനി പറയുന്ന കാറ്റഗറി സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട ഒക്കെ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള കാറ്റഗറി ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ സ്പോർട്സ് കോട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യഘട്ടത്തിന് മുൻപായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷനും അതേപോലെ തന്നെ ഒരു വെരിഫിക്കേഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? 9/6 മുതൽ, ഓക്കെ 9/6 June 9 മുതൽ 17-ാം തീയതി വരെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് 10/6. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 18/6. പിന്നെ നിങ്ങളുടെ മുഖ്യഘട്ട അലോട്ട്മെന്റ് വരുന്നത് 22/6. ഓക്കെ, അവസാന തീയതി എന്ന് പറയുന്നത് 29/6. അപ്പോൾ സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന മക്കളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസർവേഷൻ കിട്ടുമെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപേക്ഷകളുടെ വിതരണം ആരംഭിക്കുന്ന ഡേറ്റ് 10/6-ആണ്. ഓക്കെ, ഡാറ്റ എൻട്രി ആരംഭിക്കുന്നത് 10/6 തന്നെയാണ്. അതുപോലെ തന്നെ പൂർത്തീകരിക്കേണ്ട ഡേറ്റ് 20/6-ആണ്. ആൻഡ് നിങ്ങളുടെ പ്രസിദ്ധീകരണ ഡേറ്റ്, നിങ്ങളുടെ അഡ്മിഷൻ ആരംഭിക്കുന്നത്, അതായത് കമ്മ്യൂണിറ്റി കോട്ട വൈസ് നിങ്ങൾക്ക് അഡ്മിഷൻ ആരംഭിക്കുന്നത് 22/6-നാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ
മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം ആരംഭിക്കുന്നത് 22/6-നാണ്, പ്രവേശനം അവസാനിപ്പിക്കുന്നത് 1/7-നാണ്. ഓക്കെ, ജൂലൈ 1-നാണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ അൺഎയ്ഡഡ് കോട്ട അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ഇതും ആരംഭിക്കുന്നത് 22-നാണ്, അതേപോലെ തന്നെ 1/7-ന് ജൂലൈ 1-ന് അവസാനിക്കുന്നുണ്ടാകും. ഇനി നമ്മുടെ മോഡൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള പ്രവേശന സ്കെഡ്യൂളിന്റെ കാര്യമാണ് പറയുന്നത്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങുന്നത് 25/5-നാണ്. ഓക്കെ, അതായത് ഇന്ന് തന്നെ തുടങ്ങും. നമ്മുടെ എന്താ പറയുക, റെസിഡൻഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാം. അതിന്റെ അവസാന തീയതി നമ്മുടെ സാധാരണ ഇതുപോലെ തന്നെ 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ട്രയൽ അലോട്ട്മെന്റ് 8-ാം തീയതി വരും. ആദ്യ അലോട്ട്മെന്റ് 15-ാം തീയതി വരും. അവസാനിക്കുന്നത് 1/7-നാണ്, ജൂലൈ 1-ന് അവസാനിക്കും. ക്ലാസ്സുകൾ തുടങ്ങുന്നത് 2/7-നായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അത് പ്രത്യേകം എൻ്റെ മക്കളെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്. പ്രോസ്പെക്ടസ് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മെസ്സേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, നിങ്ങൾ hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ പ്രോസ്പെക്ടസ് പോയി കഴിഞ്ഞാൽ ഈ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ടയിലൊക്കെ വരുന്ന മക്കളാണെങ്കിൽ ആ ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതല്ലാതെ ജനറൽ കാറ്റഗറിയിലൊക്കെ വരുന്ന മക്കളാണെങ്കിൽ ഈ ഡേറ്റുകൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇന്ന് മുതൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ച് ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ചെയ്യുക. ഇനി ചിലപ്പം ഇന്ന് തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ വെബ്സൈറ്റ്, കുറച്ച് മക്കൾ മിസ്റ്റർ ഷോർട്സിൽ പറയുന്നുണ്ട് വെബ്സൈറ്റിന് കുറച്ച് ഹാങ് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് 3-ാം തീയതി വരെ സമയമുണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതേപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനൽസിലൂടെ വരുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് പഠിച്ച് നെക്സ്റ്റ് സ്റ്റേറ്റ് ടോപ്പർ ആവാം. ഓക്കെ.